നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുകയാണ്. ചൈനയെ വിറപ്പിച്ചുകൊണ്ട് കനത്ത ശക്തിയിൽ കാറ്റ് വീശും എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ്. ചൈനയിൽ അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ ജാഗ്രത ചൈനയിൽ പുലർത്തണമെന്നാണ് അറിയാൻ കഴിയുന്നത്. വടക്കൻ ചൈനയിൽ ശക്തമായ കാറ്റ് വീശും എന്നാണ് ചൈനീസ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തലസ്ഥാനമായ ബീജിംഗ്, തിയാൻജിൻ, ഹീബെ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി ചൈനീസ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 50 കിലോയിലധികം ഭാരമില്ലാത്തവർ ഈ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങരുത് എന്നും ഇത് അവർക്ക് അപകടം വരുത്തും എന്നുമാണ് പറയുന്നത്. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി പറയുന്നു. ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം. ഏപ്രിൽ 11 മുതൽ 13 വരെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പിന് പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൈനയിൽ അവധി നൽകിയിരിക്കുകയാണ്. പൊതുപരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു. ബീജിംഗിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വിവരം അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. നിരവധി ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഏറെക്കാലത്തിന് ശേഷം ആദ്യമായാണ് ബീജിംഗിൽ ഒരു ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. ഏപ്രിൽ 29 ആരംഭിക്കാനിരിക്കുന്ന ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഹാഫ് മാരത്തോണും പാർക്കുകളും പ്രധാന വിനോദസഞ്ചാരങ്ങളും ഒക്കെ ഇപ്പോൾ ചൈനയിൽ അടച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രതയിലാണ് ചൈന. വിനോദയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ലെവൽ 10, 11 വരെ തീവ്രതയുള്ള കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് ചൈനീസ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കാറ്റിനെ തുടർന്ന് മണൽക്കാറ്റ് മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മംഗോളിയയാണ് കാറ്റിന്റെ പ്രഭവ കേന്ദ്രം എന്നും അറിയാൻ കഴിയുന്നു. മംഗോളിയയിൽ ശൈത്യതരംഗം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനമാണ് ശക്തിയേറിയ ഈ കാറ്റിന് കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ചൈനയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്.